ഇന്ന് യെരുശലേമിൽ സമാധാനം ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ നഗരം എന്ന് അതിനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്നാൽ ഇന്ന് അത് ഒരു വിശുദ്ധ നഗരമല്ല. എന്നാൽ ഒരിക്കൽ അത് വിശുദ്ധ നഗരമായി തീരും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. മനുഷ്യർക്കോ സംഘടനകൾക്കോ ലോകത്തിൽ സമാധാനമുണ്ടാക്കുവാൻ കഴിയുകയില്ല. ഇത് ചരിത്ര സത്യമാണ്. യേശുവിനു മാത്രമേ ലോകത്തിൽ സമാധാനം വരുത്തുവാൻ കഴിയുകയുള്ളൂ. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തുവിൻ്റെ ആത്മാവിനെ തന്നെയാകുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ മേലും ദൈവം അയച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നാകുന്നു. ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്ന ക്രിസ്തു തിരുവചനം തുറന്ന് പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം മനസ്സിലാക്കിയാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. യെശയ്യാ പ്രവചന പുസ്തകം 61, 62 അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. യെശയ്യാ പ്രവചനം 61 അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരവിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവിടെ ഊന്നിപ്പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ 61 അധ്യായത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ നസ്രേത്ത് പട്ടണത്തിൽ ആരംഭിച്ചത്. ഇസ്രായേൽ ഭൗമികമായ എല്ലാ അനുഗ്രഹങ്ങളുടെയും കേന്ദ്രസ്ഥാനമായി തീരുന്ന കർത്താവിൻ്റെ വാഴ്ചയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ തുടർന്ന് പറഞ്ഞിരിക്കുന്നു. 61 അധ്യായത്തിൽ ആദ്യത്തെ 3 വാക്യങ്ങളിൽ തിരുവചനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ബൈബിളിൻ്റെ ശരിയായി വ്യാഖ്യാനിക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു. 61 അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും. പുതിയ നിയമം അറിയാത്ത ഒരു വ്യക്തി ഇത് വായിച്ചാൽ ആരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടാകും. യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണെങ്കിൽ അത് അവൻ്റെ ഒന്നാമത്തെ വരവിനെയോ അതോ രണ്ടാമത്തെ വരവിനെയോ സൂചിപ്പിക്കുന്നത്? ശ്രദ്ധിക്കൂ, പുതിയ നിയമത്തിൽ ദൈവം ഇതിനുള്ള വ്യാഖ്യാനം വ്യക്തമായി നൽകിയിട്ടുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4 അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നസറേത്തിലെ ആ സിനഗോഗിൽ, യഹൂദന്മാരുടെ പള്ളിയിൽ കർത്താവായ യേശു പോയപ്പോൾ ഈ ഭാഗം കർത്താവ് വായിച്ചു. നാം വായിക്കുന്നത്, അവൻ വളർന്ന നസറേത്തിൽ വന്നു, ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു, വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. നോക്കണേ, ഇനിയും യെശയ്യാ പ്രവചനം 61 അധ്യായത്തിൻ്റെ 1, 2 വാക്യങ്ങൾ വായിച്ചാൽ എന്തുകൊണ്ടാണ് കർത്താവ് ആ വാചകം പൂർത്തിയാക്കാതെ വായന നിർത്തിയത് എന്ന് നിങ്ങൾ ചിന്തിക്കും, ഇല്ലേ? നോക്കണേ, എന്തുകൊണ്ടാണ് കർത്താവ് തുടർന്ന് വായിക്കാഞ്ഞത്? പിന്നീട് ദൈവത്തിൻ്റെ പ്രതികാര ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് അതിനെക്കുറിച്ച് പറയാതിരുന്നത്? പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷന് അത് തിരികെ കൊടുത്തിട്ടിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, മനഃപൂർവ്വമായിട്ടാണ് യേശു അങ്ങനെ ചെയ്തത്. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവങ്കൽ പതിഞ്ഞിരുന്നു.
അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് മൂലം യെശയ്യാവിൻ്റെ പ്രവചനം ആ ഭാഗം വരെ നിവൃത്തിയാകുകയായിരുന്നു അന്ന് ചെയ്തത്. ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരവിനെക്കുറിച്ചുള്ള വ്യത്യാസം യെശയ്യാവ് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇത് ശ്രദ്ധിച്ചോണം. ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ചും രണ്ടാമത്തെ വരവിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് പ്രത്യേകമായി എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അത് വ്യത്യസ്തമായി കാണിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരവിനെക്കുറിച്ച് എഴുതി. ഈ രണ്ട് സംഭവങ്ങളും അവർ കണ്ടു. എന്നാൽ ഈ രണ്ട് സംഭവങ്ങൾക്കിടയിൽ ഉള്ള സമയം എത്രമാത്രമാണെന്ന് അവർക്കറിയില്ലായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞത് 1 പത്രോസ് 1:10-11 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. പ്രവാചകന്മാർ ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നതിൻ്റെ അർത്ഥം. പ്രവാചകന്മാർ ഭാവിയിലേക്ക് നോക്കിയപ്പോൾ അവർക്കുണ്ടായിരുന്ന പ്രശ്നത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ദൂരെ നിന്നുകൊണ്ട് പർവ്വതങ്ങളിലേക്ക് നോക്കുന്നത് പോലെയാണ് പ്രവാചകൻ ഭാവിയിൽ സംഭവിക്കാനുള്ളത് കാണുന്നത്. 2 കുന്നുകൾ വിദൂരതയിൽ നാം കാണുന്നു എന്ന് ചിന്തിക്കുക. അവർക്ക് തമ്മിൽ എത്രമാത്രം ദൂരമുണ്ടെന്ന് അവിടെ പോയിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അവ രണ്ടും അടുത്തടുത്തായിരിക്കുന്നതായി നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തോന്നും. പ്രവാചകന്മാർ ദൂരെ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരവിനെ കണ്ടു. ഒരുപക്ഷെ യെശയ്യാവ് അല്പം ചിന്താക്കുഴപ്പത്തിലായി കാണും. ഒരേ ശ്വാസത്തിൽ കർത്താവ് ദുഃഖിതരെ ആശ്വസിപ്പിക്കുമെന്നും തകർന്ന ഹൃദയത്തെ സന്തോഷിപ്പിക്കുമെന്നും തടവുകാർക്ക് വിടുതൽ നൽകുമെന്നും പറഞ്ഞിട്ട് അതേസമയം തന്നെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും അതുപോലെയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും പറയുവാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? രണ്ടും എങ്ങനെയാണ് വാസ്തവമായി തീരുന്നത്? പ്രവാചകൻ ഇന്ന് നമ്മുടെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ അവൻ മനസ്സിലാക്കുമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, കർത്താവിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരവാകുന്ന കുന്നുകളുടെ ഇടയ്ക്കുള്ള സ്ഥാനത്താണ് നിങ്ങളും ഞാനും ഇപ്പോൾ നിൽക്കുന്നത്. അവൻ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ നിവർത്തിപ്പാൻ വന്നു. അവൻ്റെ ഒന്നാമത്തെ വരവെങ്കിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുവാൻ കഴിയും. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നാം കണ്ടതുപോലെ അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി ക്രൂശിൽ മരിക്കുവാനായിട്ടാണ് അന്ന് വന്നത്. ആ കുന്നിനപ്പുറമായിട്ട് എവിടെയോ മറ്റൊരു കുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. അവൻ വീണ്ടും വരുന്നതിനു മുൻപേ സഭ ഭൂമിയിൽ നിന്നെടുക്കപ്പെടും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും എന്ന് 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ ഭൂമിയിൽ രണ്ടാമത് വരുമ്പോൾ അത് പ്രതികാര ദിവസമായിരിക്കും. 63-ാം അധ്യായത്തിൽ, അതായത് യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിൽ അവൻ ദൈവക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് ചവിട്ടുന്നവനായി നാം കാണുവാൻ പോകുകയാണ്. അത് ഒരു നല്ല കാഴ്ചയല്ല. എന്നാൽ ഇവിടെ ഭൂമിയിലുള്ള എല്ലാ ശത്രുതയും ക്രിസ്തു താളടിയാക്കും. ഈ കൊച്ചു ഭൂമി ഇപ്പോഴും അവൻ്റെ നിയന്ത്രണത്തിൽ ആണെന്ന് മറക്കരുത്. കർത്താവായ യേശുക്രിസ്തുവാണ് ഇതിനെ നിയന്ത്രിച്ച് ഭരിക്കുന്നത്. അവനാണ് രാജാവ്. എല്ലാ ശത്രുതയും അവസാനിപ്പിക്കുവാനായി അവൻ ഒരിക്കൽ വരുവാൻ പോകുന്നു. അത് ദൈവത്തിൻ്റെ പ്രതികാര ദിവസമായിരിക്കും. ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും എന്ന് വായിച്ചല്ലോ. ദൈവത്തിൻ്റെ പ്രതികാര ദിവസത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് പറയുന്നത് അവൻ ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കുമെന്നാണ്. തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്നവരെ, തങ്ങളുടെ ഹൃദയത്തിൽ ഒരു നല്ല ദിവസത്തെ ആഗ്രഹിക്കുന്നവരെ, അവനോട് അനുസരണമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ അവൻ ആശ്വസിപ്പിക്കും. 3-ാം വാക്യം നോക്കിക്കാട്ട് 61-3.
സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതലയെന്നും പേരാകും. യെശയ്യാവ് സിയോൻ എന്ന് പറഞ്ഞപ്പോൾ സിയോൻ പ്രദേശത്തെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും പറയേണ്ടതില്ലല്ലോ. യെരുശലേമിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായ സിയോൻ കുന്ന്, അത് യെശയ്യാവിന് നല്ലവണ്ണം അറിയാവുന്ന സ്ഥലമായിരുന്നു. യഹൂദന്മാരെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതും. വെണ്ണീറിന് പകരം എന്ന് നാം വായിക്കുന്നു, വെണ്ണീറിന് പകരം അലങ്കാരമാല, ദുഃഖത്തിന് പകരം ആനന്ദ തൈലം, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാണ്. യഹോവയുടെ ക്രോധ ദിവസത്തിനപ്പുറത്ത് കർത്താവിൻ്റെ വാഴ്ചയുടെ അനുഗ്രഹ സമൃദ്ധിയുണ്ട്. ന്യായവിധിയുടെയും നെടുവീർപ്പിൻ്റെയും ശേഷം സന്തോഷവും സംഗീതവും ഉണ്ടായിരിക്കും. അവർക്ക് നീതിവൃക്ഷം എന്ന് യഹോവയുടെ നടുതല എന്ന് പേരാകും. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. ഇസ്രായേൽ ദേശത്തിന് അതിൻ്റെ മനോഹാരിത വീണ്ടും കിട്ടുവാനായി ഇനിയും അതിന്മേൽ പണി നടക്കേണ്ടതായിട്ടുണ്ട്. ഇന്നും ഇസ്രായേലിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2000 വർഷങ്ങൾ തങ്ങളുടെ ദേശത്ത് നിന്ന് പുറത്തായിരുന്നവർ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്നാൽ ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് അതെന്ന് പറഞ്ഞുകൂടാ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് 1000 ആണ്ട് വാഴ്ചയുടെ, അതായത് കർത്താവിൻ്റെ വാഴ്ചയുടെ, ഭൂമിയിൽ ഭരിക്കാൻ വരുന്ന ആ സമയത്തിൻ്റെ ആരംഭത്തിൽ നടക്കുവാനിരിക്കുന്നതേ ഉള്ളൂ. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കും, പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കും. സമൃദ്ധിയുടെ ചിത്രമാണ് 5-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇനിയും 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ എന്നും നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികൾ ആയിത്തീരും. ഇസ്രായേൽ ജാതി മുഴുവൻ പുരോഹിതന്മാരായിരിക്കണമെന്നതായിരുന്നു ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ഉദ്ദേശം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇസ്രായേൽ ജാതിയെക്കുറിച്ച് ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകുന്നു. ഇവ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. എന്നാൽ അവളുടെ പാപം കാരണം ഇതൊരിക്കലും സാധ്യമായി തീർന്നില്ല. എന്നാൽ കർത്താവിൻ്റെ വാഴ്ചയിൽ ഇത് സാധ്യമായി തീരും എന്നാണ് യെശയ്യാവ് പറയുന്നത്. 7-ാം വാക്യത്തിൽ, നാണത്തിന് പകരം നിങ്ങൾക്കിരട്ടിയായി പ്രതിഫലം കിട്ടും, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും, നിത്യാനന്ദം അവർക്ക് ഉണ്ടാകും. നിത്യാനന്ദം ഇസ്രായേലിൻ്റെ ഓഹരിയായിത്തീരും. അത് സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലാണ്. അത് എത്ര മനോഹരമായ ദിവസമായിരിക്കും. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. അന്ന് അവരുടെ ജീവിതങ്ങൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അലങ്കാരമായിരിക്കും. ഇസ്രായേൽ എല്ലാവിധമായ അനുഷ്ഠാനങ്ങളിൽ കൂടെ കടന്നുപോയി. എന്നാൽ ദൈവം അവരെ ശിക്ഷ വിധിക്കുകയാണ് ചെയ്തത് അന്നൊക്കെ. കാരണം അവരുടെ ഹൃദയം അവയോട് കൂടെ ഇല്ലായിരുന്നു, ഈ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും കൂടെ. ദൈവത്തിൽ ഏകാഗ്രമായിരുന്നില്ല അവരുടെ ഹൃദയം. എന്നാൽ ഭാവിയിൽ ആ സ്ഥിതിക്ക് മാറ്റം വരുവാൻ പോകുന്നു. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് അറിയും. അവർ അന്ന് ദൈവത്തിൻ്റെ യഥാർത്ഥ സാക്ഷികളായിരിക്കും. ഇന്ന് ഇസ്രായേലോ സഭയോ ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ച കാര്യം അതുപോലെ നിവർത്തിക്കുന്നില്ല. നാം ദൈവത്തിൻ്റെ പരിപാടികൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും അവിടുന്ന് നമ്മോട് ഇപ്രകാരം മുന്നറിയിച്ചിട്ടുണ്ട് എന്നോർക്കണം. ദൈവഭക്തി നടിക്കുകയും അതിൻ്റെ ശക്തിയെ ത്യജിക്കുകയും ചെയ്യുന്ന സമയം വരുമെന്ന്. അതാണ് തുടർന്ന് നാം കാണുന്നത്. കർത്താവിൻ്റെ വാഴ്ചയുടെ മനോഹരത്വം, അതായത് 1000 ആണ്ട് വാഴ്ചയുടെ ആ രസമാകുന്നു 10-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും
അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഞാൻ ഘോഷിച്ചുല്ലസിക്കും. അവർ അന്ന് വളരെയധികം സന്തോഷവും ആനന്ദവും ഉള്ളവരായിരിക്കും. ഇന്ന് ദൈവവചന പഠനവും ധ്യാനവും നമുക്ക് കൂടുതൽ സന്തോഷവും ആനന്ദവും പകർന്നു തരേണ്ടതത്രേ. ദൈവം അപ്രകാരമാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മണവാളൻ ഇടുവിച്ചിരിക്കുന്നു. മശിഹ ഇവിടെ തുടർന്ന് സംസാരിക്കുന്നു. അവൻ്റെ വകയായിട്ടുള്ളവർക്ക് അവനോട് ചേർന്ന് സ്തുതിയുടെ സങ്കീർത്തനം പാടുവാൻ കഴിയും. അവർ ദൈവത്തിൽ വളരെയധികം സന്തോഷിക്കും. ഇന്ന് അനേകർക്ക് യഥാർത്ഥത്തിൽ കർത്താവിൽ സന്തോഷിപ്പാൻ കഴിയാത്ത ആ അവസ്ഥ എന്താണെന്നറിയാമോ? അവർ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നതാണ്. കാരണം അവരുടെ ജീവിതത്തിൽ പാപമുണ്ട്. അവർ ദൈവേഷ്ടപ്രകാരമല്ല ജീവിതം നയിക്കുന്നത്. അവർ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജീവിതം നയിക്കുന്നത്. 11-ാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. 11-ാം വാക്യത്തിൽ, ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണുകെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. അവിടെ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, യഥാർത്ഥ ആത്മീയ അനുഗ്രഹങ്ങളും അന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് 62-ാം അധ്യായത്തിൽ കൂടി പ്രവേശിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. 62-ാം അധ്യായം ഇസ്രായേലിന് ഭാവിയിൽ വരുവാനിരിക്കുന്ന കൂടുതൽ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളുമാണ് ഈ 62-ാം അധ്യായത്തിലെ വിഷയം. ഓർത്തോണം, കർത്താവിൻ്റെ ഭരണസമയത്താണ് ഈ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വിശ്വാസികളുടെ ഹൃദയത്തിൽ ഈ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ വിശ്വാസികളെ ഈ ലോകത്ത് നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടു പോകും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നാം ഒഴിവുള്ളവരാകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒഴിഞ്ഞു മാറുവാനുള്ള ഒന്നായി പലരും ഇതിനെ കാണുന്നു. ജനം യഥാർത്ഥമായി പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലുമാകുമ്പോൾ കർത്താവ് വന്നവരെ അതിൽ നിന്ന് വിടുവിക്കണം എന്നങ്ങ് ആഗ്രഹിച്ചു പോകും. കർത്താവ് വന്നിരുന്നെങ്കിലെന്ന് പലരും പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ അവരുടെ ഉദ്ദേശം എന്താണ്? ചില പ്രശ്നങ്ങളിൽ നിന്നും ഒഴിയപ്പെടുക എന്നത് മാത്രം. കാര്യങ്ങൾ ഒക്കെ ഭംഗിയായിരിക്കുമ്പോൾ കർത്താവ് ഉടനെ വന്ന് അതിൽ നിന്ന് നമ്മെ എടുത്തുകൊണ്ട് പോകണം എന്ന് നാം പറയാറില്ല, പറയുമോ? എല്ലാം നന്നായി സുഗമമായി ഇരിക്കുമ്പോൾ അപ്രകാരം നാം ചിന്തിക്കാറില്ലല്ലോ. അതേ സുഹൃത്തെ, ഇസ്രായേലിനെക്കുറിച്ച് മശിഹായുടെ താല്പര്യമാകുന്നു തുടർന്ന് നാം കാണുന്നത്. 62-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു, സിയോനെക്കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരുശലേമിനെക്കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ഇന്ന് യെരുശലേമിൽ സമാധാനമില്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മശിഹ അവിടെ ഇല്ല എന്നുള്ളതാണ്. അതാണ് കാരണം. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് യെരുശലേം നഗരത്തെ നീതിയോടെ ഭരിക്കുന്ന ദിവസത്തിനു വേണ്ടി നോക്കിയിരിക്കുകയാണ്. വിശുദ്ധ നഗരം എന്നതിനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്നാൽ ഇന്നത് വിശുദ്ധ നഗരമല്ല എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഒരിക്കൽ അത് വിശുദ്ധ നഗരമായിത്തീരും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. മനുഷ്യർക്കോ സംഘടനകൾക്കോ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. യേശുവിനും മാത്രമേ ഈ ലോകത്തിൽ സമാധാനം വരുത്തുവാൻ കഴിയുകയുള്ളൂ. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിന് മാത്രമേ അത് നിവർത്തിപ്പാൻ കഴിയുകയുള്ളൂ. യെശയ്യാവിൻ്റെ ഹൃദയവും ഓരോ ദൈവപൈതലിൻ്റെ ആത്മാവും ഈ താല്പര്യത്തോടെയാണ് ഇരിക്കുന്നത്. സൃഷ്ടി മുഴുവനും എല്ലാ വിശ്വാസികളും തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് ഞരങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. വിശ്വാസി, താങ്കൾ ഈ മരുഭൂമി യാത്രയിൽ തളർന്നിരിക്കുകയാണോ? അപ്പൻ്റെ വീട്ടിലെ കൂട്ടായ്മ താങ്കൾ ആഗ്രഹിക്കുന്നുവോ? ഓരോ വിശ്വാസിയും ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. 2ഉം 3ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ജാതികൾ നിൻ്റെ നീതിയെയും സകല രാജാക്കന്മാരും നിൻ്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ സാഹചര്യം, ഒരു പുതിയ ഭൂമി, ഒരു പുതിയ നീതി, ഇതൊരു പുതിയ പേര്. നാം പുതിയ യെരുശലേമിലായിരിക്കും. ഭാവിയെക്കുറിച്ചുള്ള എത്ര നല്ല ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. വീണ്ടെടുപ്പിൽ സഭ മാത്രമല്ല, ഇസ്രായേൽ ജാതിയും ഈ ഭൂമിയും ഉൾപ്പെടുന്നു. ഇപ്പോൾ നാം എല്ലാവരും വിടുതലിൻ്റെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഞരങ്ങുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു. ഇസ്രായേലിനൊരു പദവി, ഒരു പുതിയ പദവി ലഭിക്കുവാനും പോകുന്നുണ്ട്. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിന്നെ ഇനി അസുബ
തെക്ത എന്ന് വിളിക്കുകയില്ല. നിൻ്റെ ദേശത്തെ ശമാമ, ശൂന്യം എന്ന് പറയുകയുമില്ല. നിനക്ക് ഫെഹ്സിബ, ഇഷ്ട എന്നും നിൻ്റെ ദേശത്തിന് ബയൂല, വിവാഹസ്ഥ എന്നും പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിൻ്റെ ദേശത്തിന് വിവാഹം കഴിയും. ഇസ്രായേൽ ജനം ത്യജിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മുതൽ ഇസ്രായേലിൻ്റെ ചിത്രവും പേരും ഇതാണ്: ശപിക്കപ്പെട്ട അവസ്ഥ, തെക്ത അഥവാ അസുബ. ഇന്ന് നാം ഈ ദേശത്തേക്ക് നോക്കിയാൽ ഈ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ത്യജിക്കപ്പെട്ട അവസ്ഥ. ഇപ്പോൾ ദേശത്തെക്കുറിച്ചുള്ള വിവരണം അതാണ്. എന്നാൽ വരുവാനിരിക്കുന്ന രാജ്യത്തിൽ ഇസ്രായേൽ ഫെക്സിബ അഥവാ ഇഷ്ട എന്ന് വിളിക്കപ്പെടും. അത് ഒരു ഇഷ്ടസ്ഥലമായി തീരും. ഇന്ന് ആ ദേശത്തെ ഇഷ്ടപ്പെടാത്തവർ അന്ന് ഇഷ്ടപ്പെടും. അത് മനോഹരമായി തീരും. നിൻ്റെ ദേശത്തിന് ബയൂല എന്നും പേരാകും. ബയൂല എന്നതിൻ്റെ അർത്ഥം വിവാഹസ്ഥ എന്നാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ അതിനെ സംരക്ഷിക്കുവാൻ രാജാവ് സന്നിഹിതനായിരിക്കുമെന്നർത്ഥം. അവൻ്റെ സാന്നിധ്യം സന്തോഷമുളവാക്കുന്നതാണ്. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിൻ്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിൻ്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ ദൈവം ഇസ്രായേലിൽ സന്തോഷിക്കും. ഇവിടെ ഇസ്രായേലിൻ്റെ മഹത്വകരമായ ഭാവിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ദൈവമക്കളുടെ ഭാവിയും ഇതുതന്നെയാണ്. കർത്താവിൻ്റെ ഭരണത്തിന് വേണ്ടി നോക്കി കാത്തിരിക്കുന്നവരെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ഞാനൊന്ന് വായിക്കാം. യെരൂശലേമേ, ഞാൻ നിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെയിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥരായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയും വരുത്. ഇനി ഞാൻ നിൻ്റെ ധാന്യം നിൻ്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയുകയുമില്ല എന്ന് യഹോവ തൻ്റെ വലങ്കയും തൻ്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. അതിനെ ശേഖരിച്ചവർ തന്നെ അത് ഭക്ഷിച്ച് യഹോവയെ സ്തുതിക്കും. അതിനെ സംഭരിച്ചവർ തന്നെ എൻ്റെ വിശുദ്ധ പ്രാകാരങ്ങളിൽ വെച്ച് അത് പാനം ചെയ്യും. കടപ്പിൻ, വാതിലുകളിൽ കൂടി കടപ്പിൻ, ജനത്തിന് വഴി ഒരുക്കുവിൻ, നികത്തുവിൻ, പെരുവഴി നികത്തുവിൻ, കല്ല് പെറുക്കിക്കളവിൻ, ജാതികൾക്കായിട്ടൊരു കൊടി ഉയർത്തുവിൻ. മാൻ നീർത്തോടുകളെ കാക്ഷിക്കുന്നത് പോലെ ദാഹിക്കുന്ന ആത്മാവ് വെള്ളം കുടിക്കുവാൻ താൽപ്പര്യം പ്രകടിപ്പിക്കും. ശരിയായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും യെരൂശലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് സമാധാനം ഉണ്ടാകുന്നതായ ആ ദിവസത്തിനു വേണ്ടി താൽപ്പര്യത്തോടെ നോക്കിയിരിക്കുന്നതിന് കഴിയും. ഭരിക്കുവാൻ അവകാശപ്പെട്ടവൻ വരുന്നത് വരെ താൻ അതിന് സ്വസ്ഥത കൊടുക്കാതെ തിരിച്ചു മറിച്ചുകൊണ്ടിരിക്കുമെന്ന് ദൈവം പറയുന്നു. ആ ഭാവി ദിവസത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ശ്രദ്ധിക്കുക. 11-ാം വാക്യത്തിൽ, ഇതാ നിൻ്റെ രക്ഷ വരുന്നു, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതിയിലൊരു ഭാഗമാണ് ഇസ്രായേലിൻ്റെ രക്ഷ. സുവിശേഷം ഓരോ ഇസ്രായേല്യനും നാം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് അവരുടെ രക്ഷകൻ മശിഹായാണ്. ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ അർത്ഥം ഈ ജനങ്ങൾക്ക് വേണ്ടി ക്രിസ്തു തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിപ്പാൻ 2ാമത് വരുന്നു എന്നാണല്ലോ. 12-ാം വാക്യത്തിൽ, അവർ അവരെ വിശുദ്ധ ജനമെന്നും യഹോവയുടെ വിമുക്തന്മാരെന്നും വിളിക്കും. നിനക്കോ അന്വേഷിക്കപ്പെട്ടവൾ എന്നും ഉപേക്ഷിക്കപ്പെടാത്ത നഗരമെന്നും പേർ ആകും. ഇന്ന് ഇസ്രായേൽ ജനത്തെ ഒരു വിശുദ്ധ ജനം എന്ന് വിളിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് യെരൂശലേം ഉപേക്ഷിക്കപ്പെട്ട നഗരമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ കാര്യങ്ങൾക്ക് വ്യത്യാസം സംഭവിക്കുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ രക്ഷയുടെ അനുഭവം ഇസ്രായേൽ ജാതിയിൽ ഒരു വലിയ രൂപാന്തരം വരുത്തും. അതുപോലെ തന്നെ ഈ ഭൂമിയിലും മാറ്റമുണ്ടാകും. ജനങ്ങൾ വിശുദ്ധ ജനം എന്ന് വിളിക്കപ്പെടും. ദേശം വളരെയധികം ഇഷ്ടപ്പെടുന്ന ദേശമായി തീരും. എന്നാൽ ഇന്ന് അത് നേരെ മറിച്ചാണ്. വാസ്തവം അതത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, എത്ര മനോഹരമായൊരു നാളേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ചെല്ലാം വളരെ വലിയ പദ്ധതിയുണ്ട്. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്നവരായി തീരരുത് നാം. പിന്നെയോ നിത്യതയ്ക്ക് വേണ്ടി ദൈവം നമ്മെ ഒരുക്കിയിരിക്കുകയാണ്. ക്രിസ്തുവിലൂടെ ആ വലിയ ഭാഗ്യ പദവി പ്രാപിക്കുവാൻ
നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. തൻ്റെ ജനത്തിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളെൻ്റെ സാക്ഷികളാകുമെന്ന തിരുവചനത്തിൻ്റെ അർത്ഥവ്യാപ്തി തിരിച്ചറിയുവാൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ.